ചെറിയച്ച ഞാൻ എന്നാ ഇറങ്ങിക്കോട്ടെ. ശ്രീകുട്ട, എനിക്ക് മാളുവിനോടൊന്ന് സംസാരിക്കണോടാ. ഇപ്പോഴോ? അതിനെന്താ ചെറിയമ്മേ, മാളുവിനെ ഞാൻ വിളിച്ചുതരാം. അയ്യോടാ മക്കളെ, നീ അവളെ എങ്ങനെ വിളിക്കൂടാ? അവളെ ഫോൺ ഇവിടെ ഇരിക്കല്ലേ? അത് സാരമില്ല ചെറിയച്ച, നമ്പ്യാർ സാറിന്റെ നമ്പറിൽ വിളിച്ചാ പോരെ. ആ, അത് ശരിയാണല്ലോ. ശ്രീകുട്ട, ഇപ്പൊ നീ അങ്ങോട്ട് വിളിക്കണ്ട. അതെന്താ ചെറിയമ്മേ? എന്റെ സുധേ, മാളു ഇങ്ങോട്ട് വിളിച്ചില്ല. അപ്പൊ നമ്മൾ അങ്ങോട്ട് വിളിച്ച് അന്വേഷിക്കേണ്ട ഒരു മര്യാദ ഇല്ലേ? എന്റെ രവിയേട്ടാ, ഇപ്പൊ അവിടെ ആദ്യ രാത്രിയുടെ ചടങ്ങുകളും മറ്റുമൊക്കെ ആയിരിക്കും. അതിനിടയില് നമ്മൾ വിളിച്ച് അവരെ എന്തിനാ ബുദ്ധിമുട്ടിക്കുന്നേ? ശ്രീകുട്ട, നമ്മളൊക്കെ പാവപ്പെട്ടവരല്ലേടാ, അന്നന്ന തന്നത്തിന് പെടാപ്പാട് വിടുന്നവരും. അങ്ങനെ ഒരു വീട്ടിൽ നിന്ന് ചെന്ന മാളുവിനെ പുത്തമ്പരക്കലുകാരെങ്ങനെയായിരിക്കും സ്വീകരിക്കുക? അവളെ അവരംഗീകരിക്കും മോനെ. ചെറിയച്ച, അതിനല്ലേ നമ്പ്യാർ സാറുള്ളേ. നമ്പ്യാർ സാർ പറഞ്ഞതൊക്കെ ചെറിയച്ച മറന്നോ? മാളുവിനെ അവര് സ്വന്തം മോളെ പോലെ നോക്കും. അവക്ക് അവിടെ ഒരു കുറവും വരത്തില്ല. അതെ മനുഷ്യ, നമ്പ്യാർ സാർ പറഞ്ഞ വാക്കല്ലേ. അവര് മാളുവിനെ അംഗീകരിക്കും. അവൾ അവിടെ സുഖമായിട്ട് ജീവിക്കുകയും ചെയ്യും. നമ്പ്യാർ സാറിന്റെ കാര്യത്തില് എനിക്കൊരു ആശങ്കയില്ല സുധേ. പക്ഷെ അതാ എന്റെ പേടി. ആദിയുടെ ഭാഗത്തുനിന്ന് ചില പൊട്ടലും ചീറ്റലൊക്കെ ഉണ്ടാവും, അല്ലേടാ ശ്രീകുട്ട? നമ്മൾ ചെയ്തത് ശരിയാണോ തെറ്റാണോ എന്ന് എനിക്കിപ്പോഴും അങ്ങൊരു വ്യക്തത കിട്ടുന്നില്ല. അവളെങ്ങനെ അയച്ചത്? എന്തിനാ ഇപ്പൊ അങ്ങനൊക്കെ ചിന്തിക്കുന്നേ? അവളുടെ മനസ്സറിഞ്ഞിട്ടാണോ സുധേ നമ്മളെല്ലാം ചെയ്തത്? രവിയേട്ടാ, എല്ലാം മാളുവിന്റെ നന്മയ്ക്ക് വേണ്ടിയല്ലേ. അവൾക്കൊരു നല്ല ജീവിതം കിട്ടണമെന്നല്ലാതെ വേറെ എന്തെങ്കിലും നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ടോ? ആദിക്ക് കുറച്ച് ദേഷ്യം ഉണ്ടാവും, എടുത്തിയാട്ടം ഉണ്ടാവും. അതൊക്കെ പതിയെ മാറിക്കോളുവെന്ന്. ചെറിയച്ച, ഞാൻ മനസ്സിലാക്കിയിടത്തോളം ആദ്യ അല്പം ടെമ്പർ ലൂസായ ഒരാളാണെന്നുള്ളതിനപ്പുറം അവനൊരു നല്ല മനുഷ്യനാ. മനസ്സിലങ്ങനെ ഒരു ദോഷമുള്ള ആളല്ല. ദേഷ്യം വന്നാൽ പെട്ടെന്ന് പ്രതികരിക്കും, അത്രേ ഉള്ളൂ. അങ്ങനെ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കു ശ്രീകുട്ട. മാളുവിന്റെ സ്വഭാവം നമ്മക്കറിയാവല്ലോ. അവള് തഞ്ചവും തരവും നോക്കിയേ പെരുമാറത്തുള്ളൂ. ആരോട് എങ്ങനെയൊക്കെ പെരുമാറണമെന്ന് അവക്ക് നന്നായിട്ട് അറിയാം. അവളെ ഓർത്ത് നിങ്ങൾ ഇങ്ങനെ വിഷമിക്കേണ്ട മനുഷ്യ. മാളൂന് ആദ്യം മനസ്സിലാക്കി പെരുമാറാൻ പറ്റും ചെറിയച്ച. ആദിക്ക് ദേഷ്യം വരുമ്പോ എങ്ങനെ സംസാരിക്കണം, എങ്ങനെ പെരുമാറണം എന്നൊക്കെ അവള് പതിയെ പഠിച്ചോളും. അതൊക്കെ അവൾക്ക് പറ്റൂടാ ശ്രീകുട്ട? പറ്റും ചെറിയച്ച, നമ്മുടെ മാളൂട്ടി മിടിക്കല്ലേ. അവൾ അവിടെ സുഖമായിട്ട് ജീവിക്കും. മാളുവിനെ പെട്ടെന്ന് അംഗീകരിക്കാൻ ചിലപ്പോൾ ആദിക്ക് കഴിയില്ല, അത് ശരിയാ. പക്ഷെ അവരെ ഒരുമിച്ച് ജീവിച്ചു തുടങ്ങുമ്പോൾ, പരസ്പരം മനസ്സിലാക്കി തുടങ്ങുമ്പോൾ ഇപ്പോൾ ഉള്ള ഈ ചെറിയ പ്രശ്നങ്ങളൊക്കെ തനിയെ മാറും.